ഞങ്ങൾ ശക്തമായിട്ട് വരുന്നു എന്നുള്ള ഒരു പേടിപ്പിക്കൽ പിണറായി വിജയൻ നന്നായിട്ട് നടത്തി. BJP കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നുള്ള ഒരു ഭയാശങ്ക മുസ്ലിങ്ങളുടെ ഇടയിൽ നടത്തി. പിന്നെ ടു ബി ഫ്രാങ്ക്, മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ പ്രവേശവും പിണറായി വിജയൻ്റെ കുടുംബത്തിലേക്കുള്ള പ്രവേശവും വലിയ തോതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള ഒരു അൾട്ടിമേറ്റ്ലി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലീഗ് മത്സരിക്കാത്ത പല സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കണം, ഇതുവരെ കിട്ടാത്ത വിധത്തിലുള്ള മുസ്ലിം വോട്ട് LDFന് കിട്ടിയിട്ടുണ്ട്. ഒരു ചേരുവ മാറാൻ ഇതൊക്കെ മതിയല്ലോ. അതാണ് സംഭവിച്ചത്. അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അത് അന്നുണ്ടായ പല സാഹചര്യങ്ങളെയും അടിസ്ഥാനത്തിലാണ്. ലോക്സഭയുടെ പാറ്റേൺ ഇതൊന്നും ആയിരിക്കില്ല. ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ഉണ്ട്. ലോക്സഭയുടെ പാറ്റേണിൽ ഒരു അപ്പർ ഹാൻഡ് മോദിക്കുണ്ട്. സ്റ്റിൽ കേരളത്തിൽ കൊച്ചിയിലടക്കം ഒരു സർവേ ഈ അടുത്ത കാലം നടന്ന 30% മേലെ യുവാക്കൾ പ്രോ മോദിയാണ്. BJPക്ക് എത്ര വോട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ വളരെ ശക്തമാണ്. അതുകൊണ്ട് ലോക്സഭയുടെ പാറ്റേൺ കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചു, അതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കില്ല. മാറും. ഈ സംശയങ്ങൾ ആദ്യമേ തന്നെ പ്രചരിക്കുന്നതുകൊണ്ടാണ് ഈ BJPക്ക് വോട്ട് കിട്ടില്ല എന്നാണ്. BJPക്ക് വോട്ട് കിട്ടും എന്നുള്ള പ്രതീതി വന്ന എല്ലാ സ്ഥലത്തും BJP വോട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ തന്നെ അവിടെ നിന്ന് BJP ജയിക്കില്ല എന്നുള്ളൊരു പ്രചരണം LDFും UDFും നടത്തുമ്പോൾ അവിടെ കുറച്ച് അതിനെ മറികടക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി കൊച്ചിയിൽ മത്സരിക്കുമെന്നൊരു റൂമറുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നു. ഇതൊക്കെ വരുമ്പോൾ പിന്നെയും 2019 ആവർത്തിക്കാനുള്ള പ്രിയങ്ക ഇനി ഒരു ദുരന്തം കൂടി കേരളത്തിലേക്ക് വരുന്നതാണോ? ഒന്നും സംഭവിക്കാനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമല്ലേ? അല്ല, അതോടുകൂടി ജനത്തിന് ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാവില്ലേ, പ്രധാനമന്ത്രി ആവാൻ പോയവർ അതിലും ഭേദം അമ്മ വരുന്നതല്ലേ, ആ സീറ്റും പോയി തവണ. ഇതൊരു വെല്ലുവിളിയാണ്. മൈനോറിറ്റിയിൽ നമുക്ക് റീച്ച് ഉണ്ടാവാതെ നമ്മൾ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്താ പറയുക, ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പോളറൈസേഷൻ മതത്തിൻ്റെ പേരിലുണ്ടാവണം. അതങ്ങനെ എളുപ്പം ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് അല്ല കേരളം. അപ്പോൾ മൈനോറിറ്റിയിലൊരു സർട്ടൻ പെർസെൻറ്റേജ് വോട്ട് കിട്ടാനുള്ള സീരിയസ് ആയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടിയാണ് ഞാനീ പറഞ്ഞത്, അത് മുകളിൽ എന്തെങ്കിലും ഒരു ആശയവിനിമയത്തിലോ അല്ലെങ്കിൽ ഒരു വാഗ്ദാനങ്ങളിലോ ഒതുങ്ങുന്നതല്ല. അത് നിൽക്കുന്നത് താഴെയുള്ള BJP നേരിടുന്ന ഒരു പ്രശ്നം, താഴെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ നമുക്ക് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീരിയസ് ആയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യൻ വോട്ടിൽ അതിന് പറ്റിയൊരു സാഹചര്യമുണ്ട്. അതിൽ കടന്നു കയറാനുള്ള കാര്യമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ക്രിസ്ത്യൻ പണ്ടത്തെ പോലെയല്ല. അന്ന് 2019 സംഭവിച്ച ഒരു കാര്യം, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ള പ്രചരണം കേരളത്തിൽ വലിയ തോതിൽ വീശിയടിച്ചു. അതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരു പിടിയുണ്ടാവാൻ എപ്പോഴും അങ്ങനെയാണല്ലോ, അധികാര രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് കേന്ദ്രത്തിൽ നേരത്തെ UPA ഉണ്ടായിരുന്ന സമയത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയത് 5 കൊല്ലം കൂടുമ്പം മാറി വരുന്നത് കൊണ്ട് അവരുടെ ഇടപെടലുകൾക്ക് നല്ല സാധ്യതകളുണ്ടായിരുന്നു. മോദി സർക്കാർ വന്നതിന് ശേഷം അവർക്ക് കേന്ദ്രത്തിലും അത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടായില്ല. കേരളത്തിൽ LDFൻ്റെ ഭരണമായതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പോൾ ജോസ് കെ മാണി കുറച്ച് LDFിലേക്ക് പോകുന്നതിന് 19 അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഈ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും മോദി അധികാരത്തിൽ വരികയും സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റം വരികയും കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ നിന്ന് രണ്ടാമത്തെ തവണയും പോവുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കും. അതിൻ്റെ ഒരു കാരണം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം ഡെവലപ്മെൻറ്റ്സ് അല്ല, ലോകത്ത് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നേരിടുന്ന വെല്ലുവിളികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ്. പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് 2026, 2040 ഇങ്ങനെയൊക്കെ കണക്ക് വച്ചിട്ടാണ് അവിടെ രാജ്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ആശങ്കയുണ്ട്. പിന്നെ PFI കേരളത്തിൽ വളരെ ശക്തമായിട്ട് അവരുടെ ലക്ഷ്യം പഴയതുപോലെ RSS BJP മാത്രമല്ല
എന്നുള്ള തിരിച്ചറിവ് കമ്മ്യൂണിറ്റിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. RSSനെ BJP അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രം PFI അല്ലെങ്കിൽ ഈ റാഡിക്കൽ എലമെൻസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നും ശരിയായ ഫൈറ്റ് നടക്കുന്നത് ഇപ്പുറത്താണെന്നും അത് പല പല കാരണങ്ങളിലൂടെ സമൂഹത്തിന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സർവേ നിങ്ങൾ നടത്തിയാൽ ഈ PFI ബാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ആളെയും വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ അതൊരു പ്രസ്താവനയായിട്ടൊന്നും ആരും പറഞ്ഞില്ലെങ്കിലും ഇൻഡിവിജ്വലി സംസാരിക്കുമ്പോൾ വലിയൊരു ഭീതിയിലായിരുന്നു അവർ. ഈ PFIക്കെതിരെ എടുത്ത ശക്തമായ നടപടികൾ കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും സന്തോഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഹിമാചൽ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിയുമ്പോൾ തീർത്തും കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുവാനാണ് പോകുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പോവാൻ പണ്ടത്തെ പോലെ ഉള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലമാണ് തീർച്ചയായിട്ടും BJPക്ക് വരുന്നത്. ഞങ്ങളതിനെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആയിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ പരസ്പരം ആശയവിനിമയത്തിനുള്ള കൂടുതൽ സ്ഥലങ്ങൾ തുറന്നിടുകയാണ്. ഇപ്പോൾ ധാരാളം ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇപ്പം നഡ്ഡാജി വന്നപ്പോൾ തന്നെ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ഫ്രീ കോൺവെർസേഷനുള്ള അന്തരീക്ഷം 2019 അപേക്ഷിച്ച് ഇപ്പോൾ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നടക്കുന്നു. കോൺഗ്രസ്സിലെ ഡെവലപ്മെൻറ്റ്സ് സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. കോൺഗ്രസ്സിൽ ഈ അരക്ഷിത ബോധം വളരെ ശക്തമാണ്. ഇപ്പോൾ നിലവിൽ ഒന്നും BJPക്ക് കൊടുക്കാനില്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ MP-മാരായിട്ടുള്ള ആൾക്കാർ ഒരു പേരിനാണെങ്കിലും അവർ MP-മാരായിട്ട് ഇരിക്കുകയാണ്. BJP ഇപ്പോൾ കേരളത്തിൽ ഒരു അധികാര സ്ഥാനത്തിലില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ്സിൽ നിന്ന് വലിയൊരു അടിയൊഴുക്ക് അല്ലെങ്കിൽ ഒരു ഒഴുക്ക് BJPയിലേക്ക് ഇല്ലാത്തത്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം മാനസികാവസ്ഥ സുധാകരൻ്റെ തുല്യമാണ്. നമ്മളൊരു ശത്രു ആരാണെന്ന് ചോദിച്ചു, കോൺഗ്രസ് ആണോ CPM ആണോ? കാരണം ഒരു യുദ്ധമാകുമ്പോൾ എപ്പോഴും നമ്മുടെ മുഖ്യ ശത്രുവെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. എനിക്ക് ഉറപ്പാണ് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതല്ല അതിപ്പോൾ സീതാറാം യെച്ചൂരിയെ ഇന്ന് കോൺഗ്രസ് പുകഴ്ത്തിയിരിക്കുകയാണ്. സീതാറാം യെച്ചൂരി തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര അതിഗംഭീരമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ശത്രു ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അല്ല, ശരിയായ ഫൈറ്റ്, ഐഡിയോളജിക്കലി ഫൈറ്റ് നടക്കാൻ പോകുന്നത് LDFുമായിട്ട് തന്നെയായിരിക്കും. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യ ശത്രുവായിട്ട് ഇനി അധികകാലം കാണേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ദുർബലമാണെന്ന്. കോൺഗ്രസ് ഇപ്പോൾ ഞാൻ പറയും 2019 ശബരിമലയിലെ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല വിചാരിക്കുക. കോൺഗ്രസ്സിന് അത് ഫലപ്രദമായിട്ട് അന്ന് മുതലെടുക്കാൻ പറ്റിയതില്ലായിരുന്നെന്ന് വിചാരിക്കുക. ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലാണ്, എന്നാലും ഞാൻ ചോദിക്കുന്നത് സാഹചര്യം ഇതിനേക്കാൾ കോൺഗ്രസ് വീക്കായതിനെ. അത് അവർക്കൊരു ചെറിയ ഓക്സിജൻ കൊടുത്തു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് കോൺഗ്രസ്സിനെ വലിയ തോതിൽ കേരളത്തിൽ LDFിൻ്റേതാണ് CPMൻ്റേതാണ് വിനാശകരമായ ഐഡിയോളജിക്കലി നമ്മൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന എല്ലാ ആൻറ്റി നാഷണൽ, അർബൻ, നക്സൽ, ലിബറൽ ഇവരെല്ലാം ഒരു കുടക്കീഴിലേക്ക് വരാൻ പോകുന്നത് LDFിൻ്റെ കുടക്കീഴിലേക്കായിരിക്കും. കോൺഗ്രസ് നാമാവശേഷമാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരു സംശയമില്ല. കോൺഗ്രസ്സുകാർ ഇപ്പോൾ അത് വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അൾട്ടിമേറ്റ് ഫൈറ്റ് ബിറ്റ്വീൻ BJP ആൻഡ് ലെഫ്റ്റ് ആയിരിക്കും. അതിനെത്ര സമയമെടുക്കും? അതാ മാറ്റർ ഓഫ് ടൈം. ഞാൻ പറയുന്നത് ചിലപ്പോൾ 2024 കൂടി തന്നെ അതിനുള്ള ഗ്രൗണ്ട് ഒരുങ്ങും, അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടി കാത്തിരിക്കും. 2024 ഇലക്ഷനിൽ BJP നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള മുമ്പിൽ ഓരോ വെല്ലുവിളികളെയും എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് സീരിയസ് ആയിട്ടുള്ള പരിശ്രമത്തിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ ഈ 2 ആഴ്ച ഞങ്ങളെ ഈ അടുത്ത കാലത്തൊന്നും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും
ഡോർ ടു ഡോർ സമ്പർക്കം നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇന്ന് എല്ലാ വീടുകളിലും ഞങ്ങൾ സമ്പർക്കം നടന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത മാസം മുതൽ ഞങ്ങൾ ബെനിഫിഷ്യറീസിനെ നേരിട്ട്, കേരളത്തിലെ മോദി സർക്കാരിൻ്റെ ബെനിഫിഷ്യറീസ് ചെറിയ സംഖ്യയല്ല, എല്ലാവരും രാഷ്ട്രീയക്കാരൊന്നുമല്ല. അപ്പോൾ ബെനിഫിഷ്യറീസിനെ നേരിട്ട് കാണാനുള്ള ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ബെനിഫിഷ്യറി ലിസ്റ്റിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം നമുക്ക് തോന്നിയിട്ടുള്ളത്, BJP കേന്ദ്ര നേതൃത്വത്തിന് കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയോട് വളരെ താല്പര്യമുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മള് 2021 ഇലക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു, എന്നിട്ടും ആ പൊസിഷനിൽ താങ്കൾ തുടരുന്നു. നമ്മൾ ബൈ ഇലക്ഷന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു, എന്നിട്ടും താങ്കൾ തുടരുന്നു. അല്ല, അവർ അങ്ങനെ എന്നോട് താല്പര്യം തോന്നാൻ എനിക്ക് എവിടെയും ലോബിയിങ്ങിനോ ഒന്നും ഞാൻ ശക്തിയില്ലാത്ത ഒരാളാണ്. അങ്ങനെയൊന്നും നടക്കില്ല ബി ജെ പിയിൽ. ഒരാൾ ലോബിയിങ്ങിന് ഇറങ്ങി പുറപ്പെട്ട അയാളുടെ കാര്യം ബി ജെ പിയിൽ കഷ്ടമായിരിക്കും. പക്ഷേ സെൻട്രൽ ലീഡർഷിപ്പ് ഇത്രയും ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഹൈക്കമാൻഡ് ഇപ്പം നിലവിൽ ബി ജെ പിക്കുള്ളതുപോലെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര നേതൃത്വം ഒരു പാർട്ടിക്കുമില്ല. വളരെ അപ് ടു ഡേറ്റ് ആണ് അവരെല്ലാ കാര്യങ്ങളിലും. ഓരോ സംസ്ഥാനത്തും എന്താണ് നടക്കുന്നത്, തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഷോൾഡറിൽ ആയ പ്രശ്നമാണോ, അതല്ല സാമൂഹ്യമായിട്ടുള്ള പൊളിറ്റിക്കലി സോഷ്യലി ഒക്കെയുള്ള ഇഷ്യൂസാണോ, ഡേ ടു ഡേ സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് ഓരോ വ്യക്തിയും നടത്തുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് മാധ്യമ വാർത്തകളോ പ്രചാരണങ്ങളോ ഒന്നും സെൻട്രൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ ആശ്രയിച്ചല്ല. എപ്പോൾ വേണമെങ്കിലും സ്റ്റേറ്റ് പ്രസിഡന്റ് മാറാം, എപ്പോൾ വേണമെങ്കിലും മാറാതിരിക്കുകയും ചെയ്യാം.